നാട്ടിലെ മാലിന്യ സംസ്കരണത്തിന് മാത്രമല്ല ജീവൻ രക്ഷയ്ക്കും ഞങ്ങളുണ്ടെന്ന് കാട്ടിത്തിരികയാണ് കൊല്ലം കൊട്ടാരക്കരയിലെ ഒരു കൂട്ടം ഹരിതകർമ്മ സേനാംഗങ്ങൾ. കൊട്ടാരക്കര ഉമ്മന്നൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാ അംഗങ്ങളാണ് രക്തദാനവുമായി ജീവൻ രക്ഷയ്ക്കിറങ്ങിയത്. അവിടെയും തീർന്നില്ല. നൽകിയ രക്തം തികയാതെ വന്നപ്പോൾ അവരുടെ ബന്ധുക്കളെ കൂടി എത്തിച്ച് രക്തദാനം നടത്തി ഇവർ മാതൃകയായി. മാലിന്യങ്ങൾ കോരിയെടുത്ത് ഭൂമിയെ സുന്ദരമാക്കുന്നവർ ഹരിതകർമ്മ സേനാംഗങ്ങൾ. മാലിന്യ സംസ്കരണം മാത്രമല്ല, ജീവന്റെ രക്ഷകർ എന്ന പേര് കൂടി ഇനി ഇവർക്ക് ചേരും. കൊട്ടാരക്കരയിലെ ഈ സഹോദരിമാരുടെ നല്ല പ്രവൃത്തിയാണ് അതിന് കാരണം. ഉമ്മന്നൂർ പഞ്ചായത്തിലെ 17-ാം വാർഡിലെ ഒരംഗത്തിന് ചികിത്സയുടെ ഭാഗമായി 45 കുപ്പി രക്തം ആവശ്യമായി വന്നു. ഇത്രയുമധികം രക്തദാതാക്കളെ കണ്ടെത്താൻ പഞ്ചായത്ത് അംഗത്തിന് ആയില്ല. ഒടുവിൽ പരീക്ഷണാർത്ഥം ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ രക്തം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചു. 2 മണിക്കൂറിനുള്ളിൽ മറുപടി വന്നു. ഗ്രൂപ്പിലെ അംഗങ്ങൾ രക്തദാനത്തിന് തയ്യാറായി. ഇവർ ആ കുട്ടിയുടെ വീട്ടിലൊക്കെ പോകുന്നതാ. അപ്പോൾ ആ കുട്ടിയെ നന്നായിട്ട് അറിയാവുന്നതാണ്. തൻ്റെ ഒരു കൂടപ്പിറപ്പ് എന്ന പോലെ അവളുടെ ജീവൻ അവരുടെ ജീവനായി കണ്ടുകൊണ്ട് അവർ അതിന് തയ്യാറായി മുന്നോട്ട് വരിക ചെയ്ത് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവരെന്നോടൊപ്പം നിന്നതിൽ വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നല്ല പ്രവൃത്തി അറിഞ്ഞ റിട്ടയർഡ് അധ്യാപകൻ സ്വന്തം വാഹനത്തിൽ ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. പന്ത്രണ്ട് പേരുടെ രക്തം പരിശോധിച്ചു. അതിൽ ഒരാൾക്ക് രക്തദാനം നടത്താൻ സാധിക്കുന്ന അവസ്ഥയായിരുന്നില്ല. പക്ഷേ ജീവൻ രക്ഷിക്കട്ടെ, പിന്നെ ഒന്നും നോക്കിയില്ല, ബന്ധുക്കളെ വിളിച്ചു വരുത്തി. അങ്ങനെ 27 പേർ ഒരേ സമയം രക്തദാനം നടത്തി. രക്തദാനത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിലൂടെ ആനന്ദത്തിലാണ് ഇവർ. ആദ്യമൊക്കെ വിചാരിച്ചു ഞങ്ങൾക്കൊന്നും കാണത്തില്ല, ബ്ലഡ് അത്ര എടുക്കാൻ കാണത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ഇനി ഞങ്ങൾ 6 മാസം കഴിഞ്ഞ് ഇനി കൊടുക്കാനായാലും എവിടെ ഒരു ആവശ്യം വന്നാലും ഞങ്ങൾ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുമെങ്കിൽ. ഇത് കേട്ടോണ്ട് എൻ്റെ മോള് പറഞ്ഞു, അമ്മേ ഞാനും വരുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോളും കൂടെ വന്നു. ഇല്ല, ഒരു പേടിയില്ലായിരുന്നു. ആദ്യമായിട്ട് എടുത്തത് ഒരു പേടിയില്ല. ഇനിയും പോവാൻ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കൂടെ ധൈര്യമായി. ഇപ്പം അഭിമാനം തോന്നുന്നു, ഞങ്ങളെ കൊണ്ട് അത്രയെങ്കിലും പറ്റിയല്ലോ എന്നുള്ള അഭിമാനമുണ്ട്. ഇതേപോലെ നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇനിയും വിളിച്ചാൽ ഞങ്ങളെ പഞ്ചായത്തല്ല അല്ലാതെ വേറെ എവിടെയാണെങ്കിലും ഞങ്ങൾ ബ്ലഡ് കൊടുക്കാനായാലും ഞങ്ങളെ ജീവൻ കൊടുത്ത് ഞങ്ങളിത് അവരെ സംരക്ഷിക്കാൻ ഞങ്ങൾ നോക്കും. സത്യസന്ധതയിലും തനിത്തങ്കമാണ് തങ്ങളെന്ന് ഇതേ ഹരിതകർമ്മ സേനാംഗങ്ങൾ നേരത്തെ തെളിയിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യത്തിനൊപ്പം ലഭിച്ച സ്വർണ്ണക്കമ്മൽ ഉടമയ്ക്ക് തിരികെ നൽകി നേരത്തെ ഇവർ മാതൃകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണൻ നായർ തന്നെ നമ്മുടെ കൂടെയുണ്ട്. കണ്ണൻ, വീട്ടിലെ നാട്ടിലേക്ക് മാലിന്യം എല്ലാം ആക്കി നമ്മുടെ നാട് തന്നെ പൊന്നാക്കുന്ന മനുഷ്യരാണ്. മനസ്സിൽ പോലും മാലിന്യമില്ലാത്ത കുറെ മനുഷ്യരെ കണ്ടു. അവർ പറയുന്നത് കേട്ടപ്പോഴൊക്കെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. മാതൃക തന്നെയാണ് സമൂഹത്തിന്. എത്ര നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമകളാണ് ആ സഹോദരിമാർ, അല്ലേ? അതായത് ഹരിതകർമ്മ സേന പ്രവർത്തകർ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ശേഖരിച്ച് നമ്മുടെ വീടും പരിസരവുമൊക്കെ തന്നെ വൃത്തിയായി സൂക്ഷിക്കാൻ, അവിടങ്ങളിൽ രോഗങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ഏറെ പണിപ്പെടുന്ന ആൾക്കാരാണ്. അവരുടെ ഒരു നല്ല പ്രവൃത്തിയുടെ വാർത്തയാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത്. അത് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്, 2-3 ദിവസം മുമ്പ് സംഭവിച്ച കാര്യമാണ്. ഉമ്മന്നൂർ പഞ്ചായത്തിലെ 17-ാം വാർഡിൽ ഒരു വ്യക്തി രോഗിയാണ്. അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവർക്ക് 45 കുപ്പി രക്തം ആവശ്യമായി വന്നു. ആ സമയത്ത് പല ആൾക്കാരെ രക്തദാനം ചെയ്യുന്ന സംഘടനകളെ മറ്റ് സംവിധാനങ്ങളെയൊക്കെ തന്നെ സമീപിച്ചു. എന്നാൽ 45 കുപ്പി രക്തം പൂർണ്ണമായും എടുക്കാൻ പഞ്ചായത്ത് അംഗത്തിന് സാധിച്ചില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ ഹരിതകർമ്മ സേന പ്രവർത്തകരുടെ ഗ്രൂപ്പിലേക്ക് ഈ മെസ്സേജ് ഇട്ടത്. 9 മണിക്ക് വൈകിട്ട് മെസ്സേജ് ഇടുന്നു. 12 മണിയോടുകൂടി ഈ മെമ്പർക്ക് ഫോൺ വിളി വരികയാണ്. ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ എന്തിനും തയ്യാറാണ്, രക്തം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഹോദരിമാരുടെ ഫോൺ വിളി വരികയാണ്. അടുത്ത ദിവസം രാവിലെ ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. ഇവരുടെ ഈ നല്ല പ്രവൃത്തി അറിഞ്ഞുകൊണ്ട് റിട്ടയർഡ് അധ്യാപകനായിട്ടുള്ള മോഹനൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വന്തം വാഹനത്തിലാണ് ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എത്തി 12 പേർ രക്തം നൽകാൻ തയ്യാറായി. പക്ഷേ ഒരാൾക്ക് രക്തം നൽകാൻ സാധിച്ചില്ല. നേരത്തെ പേവിഷബാധയുടെ കുത്തിവയ്പ്പെടുത്തതിനാൽ അതിൻ്റെ കാലാവധി കഴിയാത്തതിനാൽ രക്തം നൽകാൻ സാധിച്ചില്ല. 11 പേർക്ക് മാത്രമാണ് രക്തം നൽകാൻ ഒരു അവസരമുണ്ടായത്. പക്ഷേ അപ്പോഴും അവർക്ക് വലിയ രീതിയിൽ വിഷമമുണ്ടായ കാര്യം, എല്ലാവർക്കും രക്തം നൽകാമെന്ന് കരുതി വന്നതാണ്. പക്ഷേ എല്ലാവർക്കും രക്തം നൽകാൻ സാധിച്ചില്ല. പെട്ടെന്ന് ഉണ്ടായിരുന്ന ഹരിതകർമ്മ സേനാംഗമായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞു,
നമ്മളെന്തായാലും രക്തം കൊടുത്തു. നമ്മുടെ വീട്ടുകാരെ എന്തുകൊണ്ട് രക്തം കൊടുക്കാൻ പ്രേരിപ്പിച്ചുകൂടാ? നമുക്ക് എന്തുകൊണ്ട് അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൂടാ? ഒരു ജീവൻ രക്ഷിക്കുന്ന ഒരു നടപടിയിൽ എന്തുകൊണ്ട് അവർ കൂടി ഭാഗമായിക്കൂടാ? പിന്നെ എല്ലാം ദ്രുതഗതിയിലായിരുന്നു. അതിവേഗത്തിൽ വീട്ടുകാരെ വരുത്തുന്നു. വീട്ടുകാരടക്കമുള്ള ആൾക്കാർ 27 പേരാണ് ആ രക്തം നൽകിയത്. ആ ഒരേ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ കണ്ടെത്തി രക്തം നൽകുകയായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർ ഒരു നല്ല പ്രവൃത്തിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ വ്യക്തികൾ നേരത്തെയും സമാനമായ രീതിയിലുള്ള ഈ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുപോയ സമയത്ത് അതിനുള്ളിൽ ഒരു സ്വർണ്ണ കമ്പലുണ്ടായിരുന്നു. അത് ഉടമസ്ഥന് തിരികെ നൽകി സത്യസന്ധത കാണിച്ച ആൾക്കാരാണ്. ജീവൻ രക്ഷിക്കുന്ന കാര്യത്തിലായാലും സത്യസന്ധമായ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ഇവിടുത്തെ ഉമ്മന്നൂരിലെയും ഹരിതകർമ്മസേനാ പ്രവർത്തകർ വലിയ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ് എന്ന് പറയേണ്ടി വരും.